October 3 ഇന്ന് ഡാബറിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് വളരെ മോശം റിസൾട്ടാണ്. ഡാബറിൻ്റെ ഏറ്റവും മോശം റിസൾട്ട് 2020 ശേഷം വന്നത് ഇന്നാണ് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ അവരെ ഫുഡ് ആൻഡ് ബീവറേജ് സെഗ്മെൻ്റ് ഒന്നും ഇപ്പം വളരെ വീക്ക് മൂവ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ ഡ്രോപ്പ് കഴിഞ്ഞ 4 കൊല്ലത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ ഡ്രോപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുഡ് ആൻഡ് ബീവറേജ് സെക്ടർ ഡാബറിൻ്റെ 14% ഓവറോൾ റവന്യൂ ആണ്. അവർ പറയുന്ന പ്രധാന കാരണം വെച്ചാൽ രാജ്യത്തുണ്ടായ കണ്ടിന്യൂസ് മഴ, അതാണ് ജൂൺ ടു സെപ്റ്റംബർ മഴയില്ല, അത് അത്ര ഹയസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സെയിൽ വളരെ മോശമായെന്ന് പറയുന്നത്. പിന്നെ അതുമല്ല അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അതും വളരെ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈവൻ ദോ സ്റ്റോക്ക് ഒരു 480 റുപ്യേൻ്റെ ലെവലിൽ മാത്രമേ ഞാൻ ബൈ കാണുന്നുള്ളൂ. അത് സ്റ്റോക്ക് പി ഇപ്പോൾ ചെയ്യുന്നത് 55 മൾട്ടിപ്പിൾസിലാണ് പി ചെയ്യുന്നത്. അതിൻ്റെ ഇൻഡസ്ട്രി പി ഓൺലി 49 ഉള്ളൂ. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക. ഒരു 450 480 ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ.